പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് ഈ രണ്ടു കൂട്ടരും ഇസ്ലാമിക സംഘപരിവാരവും ഹിന്ദുത്വ താലിബാൻ RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരുമിച്ച് കൈകോർത്ത് നിന്ന് ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഒരു ആഹ്ലാദം ഒരു മതനിരപേക്ഷവാദി എന്ന നിലയ്ക്ക്, ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയ്ക്ക് വേറെ ഇല്ല. ഏത് വലിയ പരാജയത്തിന്റെ മുന്നിലും നമ്മളെ വലിയ അഭിമാനവും ആഹ്ലാദവും ഒക്കെ ഉള്ളവരാക്കി മാറ്റുന്നത് എല്ലാ വർഗീയവാദികളും ഒരുമിച്ച് നമ്മളെ എതിർക്കുന്നു എന്നതാണ്. അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. ഉള്ളിന്റെ ഉള്ളിൽ തീർത്താൽ തീരാത്ത പകയുമായി ഇടതുപക്ഷത്തിനെതിരെ നിൽക്കും എന്ന് നമുക്കറിയാവുന്നതാണ്. അതിപ്പോ വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം സ്ഥാനാർത്ഥി പരാജയപ്പെട്ട്, അതും വളരെ ചെറിയ വോട്ടുകൾ വാങ്ങി പരാജയപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ കിട്ടിയതിന്റെ അടുത്തും അവർക്ക് എത്തിയില്ലല്ലോ. ഇടതുപക്ഷത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിന്റെ ഇരട്ടിയിലധികമാണ് വോട്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ സ്വന്തം സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുമ്പോഴും അത് കാര്യമാക്കാതെ UDFന്റെ വിജയം ആഘോഷിക്കുക, LDFനെ അധിക്ഷേപിക്കുക എന്ന നിലയിലേക്ക് വർഗീയവാദികൾ എത്തുന്നത് ഈ പരാജയത്തിന്റെ നടുവിലും വലിയ പ്രതീക്ഷയും അഭിമാനവും ആവേശവും നൽകുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. സ്വരത്തിലാണ് അധിക്ഷേപം, നുണ ഇതെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് കൈകോർക്കുകയാണ്.